പരിശുദ്ധ കന്യകയാം മാതാവേ, പരലോകരാജ്ഞിയാം മാതാവേ, പരമോന്നതനാ ദൈവത്തിൻ കൽപ്പന ശിരസ വഹിച്ചവളേ, എളിമയോടന്നു നീ മന്ത്രിച്ചു, ഇതാ കർത്താവിൻ ദാസി. രാജാതിരാജനു ജന്മം നൽകാൻ രാജകൊട്ടാരമില്ലായിരുന്നു. രാജാധിരാജനു ജന്മം നൽകാൻ രാജകൊട്ടാരമില്ലായിരുന്നു. കാലിതൻ കൂട്ടിൽ കുളിരുള്ള രാവിൽ പരിശുദ്ധനാഥൻ പിറന്നു. അപ്പോഴും നിൻ ഹൃദയം മന്ത്രിച്ചു, ഇതാ കർത്താവിൻ ദാസി. ഭൂലോകനാഥനു തലയൊന്നു ചായ്ക്കാൻ ഭൂവിലൊരേടമില്ലായിരുന്നു. ഭൂലോകനാഥനു തലയൊന്നു ചായ്ക്കാൻ ഭൂവിലൊരേടമില്ലായിരുന്നു. ആകാശത്തിൻ കീഴിൽ മാമരക്കുരിശിൽ പരിശുദ്ധനാഥൻ പിടഞ്ഞു. ഹൃദയം നുറുങ്ങി നീ മന്ത്രിച്ചു, ഇതാ കർത്താവിൻ ദാസി. ഇതാ കർത്താവിൻ ദാസി. ഇതാ കർത്താവിൻ ദാസി. ദൈവഹിതത്തിന് കീഴിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന പരിശുദ്ധ അമ്മയുടെ ഏറ്റുപറച്ചിൽ. സ്നേഹസോദരങ്ങളെ, ഈ വചനമൊന്ന് ധ്യാനിച്ചാൽ എത്രയോ ആഴമുണ്ടതിന്. ഉള്ളായ്മയിലും ഇല്ലായ്മയിലും ഉയർച്ചയിലും താഴ്ചയിലും വേദനയിലും നൊമ്പരങ്ങളിലും ആകുലതകളിലും ഉത്കണ്ഠകളിലുമൊക്കെ അതിനപ്പുറം ഇതാ കർത്താവേ, അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി എന്ന മനോഭാവം സ്വായത്തമാക്കുക അത്ര എളുപ്പമാണോ? എന്നാൽ സാധ്യമാണ്. ആ അനുഭവത്തിലൂടെ കടന്നുപോയ പരിശുദ്ധ മറിയത്തോടൊപ്പം ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കടന്നു വരാം കാർമൽ ഗീതങ്ങൾ. നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ പ്രാർത്ഥനകളായി, പ്രാർത്ഥനാ ഗീതങ്ങളായി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് പാടി പ്രകീർത്തിക്കാം.
ജപമാലറാണി നീ, നാവിൽ മാധുര്യനാമം നീ, വേദന തിങ്ങുമൻ മാനസത്തിൽ ആശ്വാസക്കടലാണു നീ. അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ അഭിമാനമേ, അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ അഭിമാനമേ. മാധ്യസ്ഥം വഹിച്ചവളെ, കുറവുള്ളോർക്കെന്നും സഹായികയെ, ഈ ജീവിത പാത്രത്തിൽ നിറയ്ക്കണമേ വിശുദ്ധിതൻ പുതുവീഞ്ഞു നീ. ഈ ജീവിത പാത്രത്തിൽ നിറയ്ക്കണമേ വിശുദ്ധിതൻ പുതുവീഞ്ഞു നീ. അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ അഭിമാനമേ, അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ അഭിമാനമേ. സിയോനിൽ മാധ്യസ്ഥം വഹിച്ചയമ്മേ, ബലഹീനർക്കെന്നും സഹായികയെ, ഈ ജീവിത പൂന്തോപ്പിൻ സഹനങ്ങളെ മലരുകളാക്കേണമേ. ഈ ജീവിത പൂന്തോപ്പിൻ സഹനങ്ങളെ നറുമലരുകളാക്കേണമേ. അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ അഭിമാനമേ, അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ അഭിമാനമേ. ജപമാലറാണി നീ, നാവിൽ മാധുര്യനാമം നീ, വേദന തിങ്ങുമൻ മാനസത്തിൽ ആശ്വാസക്കടലാണു നീ. അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ അഭിമാനമേ, അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ അഭിമാനമേ, അമ്മേ എൻ്റെ ആശ്രയമേ,
ജപമാല രാജ്ഞിയെ എൻ്റെ ആശ്രയമായി എൻ്റെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഏറ്റവും മാധുര്യമുള്ള അമ്മയായി സ്വീകരിച്ച് ആ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഓടിയണയുന്ന അമ്മയായി അമ്മയെ കണ്ട് ഇവിടെ പാട്ട് പാടിയപ്പോൾ ഞാൻ ഓർത്തു പോയത് വിശുദ്ധ ബെർണാർഡിനോട് അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യമുണ്ട്. ജപമാല രാജ്ഞി എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഡൊമിനിക്കിനോട് അമ്മ പറഞ്ഞു, എൻ്റെ ജപമാല പ്രഘോഷിക്കുക. ജപമാല പ്രഘോഷിക്കുമ്പോൾ അവിടെ സുവിശേഷത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ തന്നെയാണ് പ്രഘോഷിക്കപ്പെടുന്നത് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം എവിടെയും ഒന്ന് പ്രഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ പോലും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അർത്ഥം ഗ്രഹിക്കാതെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ആ ഒരു അഭിഷേകമല്ല നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. അത് വചനമാണെന്നുള്ള അർത്ഥം മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കി ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും വിശുദ്ധ ബെനഡിക്റ്റ് പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു എന്താ പറയുക, വെടിയുണ്ട പായുന്ന പോലെയാണ്. ശരിക്കും ഞങ്ങളിപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചിട്ടുള്ള സാന്നിധ്യങ്ങൾ, പ്രത്യേകിച്ചും വെളിപാട് 12 പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതവും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂട്ടുവിളിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വരിയാണ് എൻ്റെ അഭിമാനമേ. ഓരോ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോഴും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനമാണെന്ന് വിളിച്ചു പറയുവാനുള്ള ഒരു വലിയ ഒരു ധൈര്യം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്. പരിശുദ്ധ മറിയത്തോട് ചേർന്നുള്ള പ്രയാണം അമ്മയുടെ നാമം വിളിക്കുന്ന ഒരു അഭിമാന കൊടിയായി ഉയർത്തണമെന്ന്. തീർച്ചയായും ഈ പാട്ട് കേട്ടപ്പോൾ അത് വലിയ ഒരു അർത്ഥവ്യാപ്തി അതിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ജപമാല പ്രാർത്ഥന കുടുംബത്തിൽ എങ്ങനെ അനുഭവമാകുന്നു? നിങ്ങൾ പ്രാർത്ഥിക്കാൻ കണ്ടെത്തുന്ന സമയം, എത്ര ജപമാലകൾ ചൊല്ലാറുണ്ട്, അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ബലം, ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കൂ. ശരിക്കും പണ്ടൊക്കെ വളരെ വിരസമായിട്ടാണ്, നേർച്ച കഴിക്കുന്ന പോലെയാണ് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. കുടുംബ പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കാൻ ഞങ്ങൾ യാത്ര, കൂടുതൽ സമയത്ത് ഞങ്ങൾ ജോലി സംബന്ധമായിട്ടും മറ്റ് ശുശ്രൂഷയ്ക്കും യാത്രയിലാണ്. അപ്പോൾ വണ്ടിയിൽ കയറിയാൽ ഉടനെ മറ്റ് ലൂസ് ടോക്സ്, മറ്റ് വേണ്ടാത്ത സംസാരങ്ങളൊക്കെ മാറ്റി നേരെ കയറുക, അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് പരിശുദ്ധ ജപമാല കയ്യിലെടുത്ത് അങ്ങനെ ഒരു ദിവസം 12 ജപമാല വരെ ചെല്ലിയ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനെ ഒരു വലിയ മിഷനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ അത് വചനമാണെന്ന ശക്തി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ ഒരു ബോധ്യം തരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സ്വർഗത്തിലെ നമ്മുടെ ആത്മാക്കളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ കാര്യത്തിലും അങ്ങനെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ച് ഞങ്ങളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സുമ അതിനെപ്പറ്റി പറയും. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന ചിന്തയാണ് 2016 തീരാറായപ്പം 2017 2000 ജപമാല, അതിൽ കൂടുതൽ പറ്റുമെന്നറിയില്ല, പക്ഷെ 2000 ജപമാല 2017 ചൊല്ലുക എന്നുള്ള മാതാവിന് കാഴ്ചവെക്കുക എന്നുള്ളൊരു ചിന്ത വന്നു മനസ്സിൽ. അപ്പം നമ്മൾ അതിനെ ഈ 2000 ജപമാല ചൊല്ലുമ്പം 2000 ജീവിക്കുന്ന ആത്മാക്കളെ ഓർത്തു. ആരാണെന്നൊന്നുമില്ല, പക്ഷെ പാപത്തിൽ കഴിയുന്ന 2000 ജീവിക്കുന്ന ആത്മാക്കള് ഞങ്ങളുടെ ഈ 2000 ജപമാല വഴി മാനസാന്തരപ്പെടണം. അത് ഈ 2017 ഏറെ പ്രസക്തമാണ്. കാരണം ഫാത്തിമയിൽ അമ്മ പറഞ്ഞതാണ്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് 100 വർഷം തികയുന്ന ശതാബ്ദി കൊണ്ടാടുകയാണ് ഫാത്തിമ. അപ്പോൾ തികച്ചും അത് പ്രസക്തം തന്നെയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാം. അലസമായി വിരസതയോടെയൊക്കെ ജപമാല ചൊല്ലിത്തീർക്കുന്ന അനുഭവത്തിൽ നിന്നും അർത്ഥമറിഞ്ഞ് അത് തിരുവചനത്തിൻ്റെ ഉൾപ്പൊരുളുകളാണെന്ന് തിരിച്ചറിഞ്ഞ് ജപമാല ചൊല്ലിയപ്പോൾ അതിൽ വന്ന മികവ്, അഭിഷേകത്തിൻ്റെ നിറവ്, അഭിമാനമായി അമ്മയെ കൂട്ടുപിടിച്ച് ദൈവരാജ്യം പ്രഘോഷിക്കാനുള്ള തീഷ്ണത, ഇതൊക്കെ സ്വായത്തമാക്കുവാൻ പരിശുദ്ധ അമ്മ സഹായിച്ചു എന്ന് സിജോ സുമ ദമ്പതി ഇവിടെ അറിയിക്കുമ്പോൾ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
ഇതും ഹൃദയത്തിൽ കുറിച്ചു വെക്കുക. ഭക്തിയോടെ ശ്രദ്ധയോടെ ജപമാല ചൊല്ലുന്ന ഒരു പതിവ് എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാകട്ടെ എന്നുള്ള ആ ചിന്തയുടെ ഉറപ്പോടെ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കും.
ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലി, പാട്ടുകൾ എഴുതി, സംഗീതം പകർന്ന്, പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ചോദിക്കട്ടെ, ഇപ്പോൾ എത്ര ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടാവാം? ഒരു 10-12 പാട്ടുകൾ. അത്ര എഴുതിയില്ലേ? അത്ര എഴുതിയിട്ടുണ്ട്. ഈണം കിട്ടുന്നതൊക്കെ എങ്ങനെയാ? ശരിക്കും പ്രാർത്ഥനയുടെ അവസരത്തിൽ തന്നെയാണ് കിട്ടുന്ന സമയത്ത്. അടിസ്ഥാനപരമായിട്ട് സംഗീതം പഠിക്കുക അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടില്ല. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പഠിക്കാൻ പറ്റിയില്ല. ഇപ്പൊ സംഗീത ടീച്ചർ മാതാവാണ്, പരിശുദ്ധ അമ്മയാണ്. ഇപ്പോൾ പ്രവർത്തന മണ്ഡലങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചിരുന്നു എങ്കിൽ പോലും പ്രവർത്തന മണ്ഡലം ഏത് തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നൊന്നും ഒരിക്കൽ കൂടി ഒന്ന് പങ്കുവെക്കാമോ? ഞങ്ങളുടെ ജോലി ലൈഫ് സ്കിൽസ് കോച്ചിങ്, HRD ട്രെയിനേഴ്സ് അഥവാ മെൻറ്റേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ ഒരു 70-75-80ഓളം കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, MBA കോളേജുകൾ. അവരുടെയുള്ള ലൈഫ് സ്കിൽസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, മെൻറ്ററിംഗ് പ്രോഗ്രാം നടത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും ഞങ്ങൾ ഞായറാഴ്ചകൾ മുഴുവനും ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരു പരിപാടിയുമില്ല. പ്രിയമുള്ളവരെ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമുള്ള കാര്യമാണ്. ഇന്ന് ഞായറാഴ്ച പോലും സമയമില്ലാത്ത അത്രമാത്രം തിരക്കിൻ്റെ ഉദാഹരണങ്ങളാണ് നാം എല്ലാവരും. ഒരു വല്ലാത്ത തിരക്ക്. ഇവിടെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ള ആ ഹൃദയ നിർബന്ധം, ആ ബോധ്യം, അതുകൊണ്ട് ഈ ദാമ്പത്യം നമ്മളോട് പറയുകയാണ്, ഞായറാഴ്ച അത് ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ദിനമായി ആ ബോധ്യം മനസ്സിൽ നിറവാകുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾ ജോലിയിൽ വ്യാപൃതരായിക്കൊള്ളുക. അന്ന് എൻ്റെ ദിനം അത് പരിശുദ്ധമായി ആചരിക്കണം. അതെനിക്കുള്ളതാണ്. നിങ്ങൾ വിശ്രമത്തിൻ്റെ, എന്നോട് ചേരുന്ന പ്രാർത്ഥനയുടെ ആ ധന്യത പുലകണം. നമ്മുടെ കർത്താവ് അരുളി ചെയ്തില്ലേ, അവിടെ അതിനപ്പുറം ഏതു കാര്യങ്ങൾ വ്യാപൃതരായാലും ഒടുവിൽ കാലത്തിൻ്റെ തികവിൽ നമുക്കറിയാൻ സാധിക്കും അത് വ്യർത്ഥമായി മാറും എന്നുള്ള അതിൻ്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞായറാഴ്ച പോലുമുള്ള വലിയ ആ തിരക്കിൻ്റെ പ്രതിഫലനം വലിയ ദുരന്തങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പന്ദനം ചുറ്റുപാടുകൾ നമ്മൾ കാണുന്നില്ലേ എന്ന് വിചിന്തനം ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട്. കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ടറിഞ്ഞ് തീഷ്ണതയോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഉണരുവാൻ, ആത്മരക്ഷയ്ക്ക്, നിത്യജീവന് വേണ്ടി ഉണർന്നു പ്രശോഭിക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹൃദയപൂർവ്വം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഈശോയെ, അവിടുത്തെ ദിവ്യ സ്നേഹവചനങ്ങൾ ഹൃദയത്തിൽ പകർത്തുവാൻ, നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന സത്യവചനം ഹൃദയത്തിൽ പകർത്തി നന്മയുടെ സാക്ഷ്യങ്ങളായി മാറുവാൻ അനുഗ്രഹിക്കണമേ. വീടിനും നാടിനും തിരുസഭയ്ക്കും ഞങ്ങൾ അനുഗ്രഹങ്ങളായി മാറുവാൻ ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, തിരുസഭയുടെ രാജ്ഞി, ജപമാല റാണി, അമ്മയെന്നും ഞങ്ങളെ ചേർത്ത് പിടിക്കണം. എപ്പോഴും ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ കൃപ നിറഞ്ഞ മറിയമേ, കൃപ പകർന്നു തന്നുകൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആമേൻ.